الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون صدق الله. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം നയിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. വിശ്വാസികളുടെ ഐക്യം അതാണ് നിലവിൽ വരേണ്ടത് എന്ന് കഴിഞ്ഞ ഖുത്ബയിലും ഖുത്ബകളിലും സൂചിപ്പിച്ചിരുന്നു. റമദാനിനോടടുത്ത ആഴ്ചകളായതുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിലെ ചില സവിശേഷതകൾ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് ഈ ഖുത്ബയിലും അടുത്ത ഖുത്ബകളിലുമൊക്കെ അല്ലാഹു അവസരം നൽകുന്നുവെങ്കിൽ ചെയ്യണമെന്ന് കരുതുന്നത്. ഇബാദത്തുകൾ എന്ന് നമ്മൾ പറഞ്ഞു പോരുന്നത് അങ്ങനെയല്ല പറയേണ്ടത് എന്ന കാര്യം ഇപ്പോൾ വിശദീകരിക്കാതെ നമ്മൾ പറഞ്ഞു പോരുന്ന ഇബാദത്തുകൾ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങി അതേപോലെ ആരാധനാ കർമ്മങ്ങൾ, പ്രാർത്ഥനകളൊക്കെ. ഇബാദത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങൾക്കാണ് പറയേണ്ടത്. അതിലെ ആരാധനാ കാര്യങ്ങൾ മാത്രമല്ല, കച്ചവടവും ഉദ്യോഗവും ജോലിയും ഒക്കെ ഇബാദത്ത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോരുന്നത്. അതുകൊണ്ട് അതിൽ ഒതുങ്ങിയിട്ടാണ് ഈ ഖുത്ബ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കർമ്മം, ആരാധനാ കർമ്മം, അത് നിസ്കാരമാണ്. ഖുർആനിലും ഹദീസുകളിലും എഴുതപ്പെട്ട എല്ലാ കിതാബുകളിലും അതിനെ സ്വലാത്ത് എന്നാണ് പറയുന്നത്. സ്വലാത്ത് എന്നതിന് പ്രാർത്ഥന എന്നാണ് നാം അർത്ഥം പറഞ്ഞു പോരുന്നത്. ഈ സ്വലാത്ത് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് മാത്രം നിർബന്ധമാക്കപ്പെട്ട കാര്യം അല്ല.
ഖുർആനിന്റെ വിവരണമനുസരിച്ച് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരുടെ അനുയായികളും നിർവഹിച്ചു പോന്നിരുന്ന ഒന്നിന്റെ പേരാണ് സ്വലാത്ത്. ഖുർആൻ അത് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പലരുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ സ്വലാത്ത് നമ്മൾ പറയുന്ന നിസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. സക്കാത്തും അങ്ങനെ തന്നെയാണ്, നോമ്പും അങ്ങനെ തന്നെയാണ്. ഹജ്ജും മുൻകാല പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ ആരുമോരുമില്ലാത്ത ഒരു പ്രദേശത്ത് മകനെയും മകന്റെ ഉമ്മയെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് നടത്തിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗം റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. നിന്റെ ഈ ആദരണീയ മന്ദിരത്തിന്റെ അടുത്ത് ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, എന്റെ ലക്ഷ്യമെന്താണെന്നോ ലിയുഖീമുസ്സലാ, അവര് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്നതാണ് ഇവിടെ താമസിപ്പിക്കുമ്പോൾ എന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വലാ എന്ന് പറയുന്ന ഈ കർമ്മം നിർവഹിക്കുവാൻ ആരും സഹായിക്കുവാനില്ലാത്ത ഒരു മേഖലയിൽ മകനെയും മകന്റെ ഉമ്മയെയും താമസിപ്പിച്ചു. പ്രാർത്ഥന തുടരുന്നു. ആ തുടരുമ്പോൾ അദ്ദേഹം പറയുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നീ സ്വലാത്ത് നിർവഹിക്കുന്ന ആളാക്കണമേ. വമിൻ ദുർരിയ്യതി, എന്റെ സന്തതികളിലും നിസ്കാരം നിർവഹിക്കുന്ന സ്വലാത്ത് നിർവഹിക്കുന്ന ഒരു സമൂഹത്തെ നീ നിലനിർത്തണമേ. പിന്നെ പറയുന്നു, റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഒരുപാട് ആശയങ്ങൾ അതിൽ നിന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയും എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. ഇതിൽ ഉൾക്കൊള്ളുന്ന ആശയം ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുകയില്ല. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ശ്രദ്ധ തിരിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അള്ളാഹു മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തായ മോമിനുകൾക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും അള്ളാഹു നിർബന്ധമാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തായ മോമിനുകൾക്ക് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും നിരോധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് നമുക്ക് അനുവദിച്ചതുപോലും നിരോധിച്ചു എന്ന് നമ്മൾ ധരിക്കാറുണ്ട്. സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ അവർ ആ ജനത സ്വന്തം തന്നെ വേണ്ട എന്ന് വെച്ച കാര്യങ്ങളെയാണ് അവർക്ക് അള്ളാഹു നിരോധിച്ചത്. ഖുർആൻ അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. ഇസ്രായേല്യർക്ക് അള്ളാഹു ഹറാമാക്കി, ഒന്നും ഹറാമാക്കിയിട്ടില്ല. പിന്നെ അവര് നേരത്തെ തന്നെ തൗറാത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഹറാമാക്കി വെച്ചതല്ലാത്ത ഒന്നും നമ്മൾ അവർക്ക് ഹറാമാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളത് ചെയ്യൂല, ഞങ്ങൾക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളത് തെറ്റായി ഗണിക്കുന്നു എന്ന് അവർ സ്വയം പറഞ്ഞത് മാത്രമേ അവർക്ക് ഹറാമാക്കി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇല്ലാ മാ ഹറമ ഇസ്രായേലു അലാ നഫ്സിഹി മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത് ഖുൽ ഫഅ്തു ബിത്തൗറാത്തി ഫത്ലുഹാ ഇൻ കുൻതും സാദിഖീൻ.
ഇസ്രായേൽ തൗറാത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലിൽ ഹറാമാക്കിയതല്ലാതെ അവരുടെ മേൽ ഹറാമാക്കിയിട്ടില്ല. അവർ തൗറാത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ്. അല്ല, അങ്ങനെ തൗറാത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, തൗറാത്ത് വായിക്കൂ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്ന ഖുർആനിൽ ഒരിടത്ത് വെല്ലുവിളിയുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: നമുക്ക് ഹറാമാക്കിയതൊക്കെ മുൻകാലങ്ങളിലെ പ്രവാചകന്മാരുടെ അനുയായികൾക്കും പ്രവാചകന്മാർക്കും ഹറാമാക്കിയിട്ടുണ്ട്. ചിലത് അവരെ ചില ധിക്കാരം കാണിച്ചപ്പോൾ അവരുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. അത് ദാലിക ബിബഗീഹിം എന്നവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു അതിക്രമം കാണിച്ചത് കൊണ്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് വന്ന മുഴുവൻ അംബിയാ മുർസലുകളുടെയും സന്ദേശങ്ങളുടെ അടിത്തറയിൽ മാറ്റങ്ങളില്ല. ഒന്നുകൂടി പറയാൻ അനുവദിക്കുമെങ്കിൽ, ലോകത്ത് വന്ന പ്രവാചകന്മാര് മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിച്ച നിയമസംഹിതകളുടെ അടിത്തറകളിൽ മാറ്റമില്ല. നമ്മൾ വായിച്ചു പോകുന്ന കിതാബുകളിലും പുസ്തകങ്ങളിലും ഈ പറഞ്ഞതിന് വിരുദ്ധമായി പലതും ഉണ്ടാകാം. അത് വായിച്ച് വീണ്ടും വായിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അടിസ്ഥാനപരമായി ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ എന്ന് തുടങ്ങുന്ന ആയത്തും അവിടെ ശറഅയാണ് ഉപയോഗിച്ചത്, നിയമമാക്കി എന്നവർ. നോഹ നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് കടന്നു പോകുന്ന പ്രവാചകന്മാർക്കൊക്കെ നിയമമാക്കി കൊടുത്തത് തന്നെയാണ് ദിവ്യബോധനത്തിലൂടെ താങ്കൾക്കും നിയമമാക്കി തന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായി വ്യത്യാസമില്ല. പിന്നെ അതിന്റെ കോലങ്ങളിലോ സമയങ്ങളിലോ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇന്ന് നാം നിർവഹിക്കുന്ന 5 നേരത്തെ ഈ നമസ്കാരം അങ്ങനെ തന്നെ 5 നേരം ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികൾ നിർവഹിച്ചിരുന്നു എന്ന് ഞാൻ വാദിക്കുന്നില്ല. ചിലപ്പോ 2 ആയിരിക്കാം, 1 ആയിരിക്കാം. പക്ഷേ സ്വലാത്ത് എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നു. ഈസാ അലൈഹി ഇസ്ലാം സംസാരിക്കുവാൻ പ്രായമാകുന്നതിന് മുമ്പ് സംസാരിച്ചത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എനിക്കവൻ നിയമം നൽകുന്നുണ്ട്, എന്നെ അവൻ പ്രവാചകനാക്കുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം വഔസാനി ബിസ്സലാത്തി വസ്സക്കാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ സ്വലാത്തും സക്കാത്തും നിർവഹിക്കേണ്ടതുണ്ട് എന്ന വസിയത്തും അള്ളാഹുവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ വസിയത്തുണ്ടെങ്കിൽ അദ്ദേഹം അനുയായികൾക്കിടയിൽ നടപ്പിലാക്കിയിട്ടുമുണ്ടാകും. അപ്പൊ ഈസാ നബിയുടെ അനുയായികൾ നിസ്കരിക്കുന്നവരായിരുന്നു. വളരെ വ്യക്തമായി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നത്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാത്ത്, അദ്ദേഹം തന്റെ ജനതയെ, തന്റെ അഹ്ലിനെ നിസ്കാരവും സക്കാത്തും കൽപ്പിച്ചിരുന്നു. യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാത്ത്, അഹ്ലിനോട് കൽപ്പിച്ചിരുന്നു സലാത്തും സക്കാത്തും. ഇനി ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ കാര്യങ്ങളുണ്ട്. ആവർത്തനം ആവശ്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞത് ഇതാണ്: എല്ലാ അംബിയാ മുർസലുകളും അവരുടെ അനുയായികൾക്കിടയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സൽക്കർമ്മമായിരുന്നു നിസ്കാരം, സലാത്ത്. അതിന്റെ റക്അത്തുകളിൽ വ്യത്യാസമുണ്ടാകും, ഒരുപക്ഷെ സമയങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അതേപോലെ തന്നെ 5 നേരം നിസ്കരിക്കണം എന്നത് അവർക്ക് ചിലപ്പോൾ നിർബന്ധമായിട്ട് ഉണ്ടാവുകയില്ല എന്ന് വരാം. പക്ഷെ സലാത്തുണ്ടായിരുന്നു. ഇന്നും ഈ ജനസമൂഹമൊക്കെ ആ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, കോലം തെറ്റിച്ചിരിക്കും. കോലം തെറ്റുക എന്നത് സ്വാഭാവികമാണ്. കാലം കടന്നു പോകുമ്പോൾ കോലങ്ങളിൽ മാറ്റമുണ്ടാകും. അത് എല്ലാ സൃഷ്ടിജാലങ്ങളിലും ഉണ്ടാകും, എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകും, എല്ലാ ജീവിത വീക്ഷണങ്ങളിലും ഉണ്ടാകും. കാലം കടന്നു പോകുമ്പോൾ കോലം മാറുക.
മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോലും ഖുർആൻ അത് പറഞ്ഞു. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. പ്രായം ഇങ്ങനെ ചെല്ലുമ്പോൾ, കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ കോലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ചിരപുരാതന കാലങ്ങളിൽ എന്നായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും മുമ്പത്തെ കാലങ്ങളിൽ വന്ന സന്ദേശങ്ങളുടെ കോലങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പടുത്തുയർത്തി, അവിടെ ഞാൻ എന്റെ കുടുംബത്തെ താമസിക്കുന്നത് നിസ്കരിക്കാനാണ് എന്ന് പറഞ്ഞല്ലോ. ആ കഅബയുടെ പരിസരത്ത് താമസിച്ചിരുന്ന ഖുറൈശികളും അറബികളും ആ നിസ്കാരം നിർവഹിച്ചിരുന്ന രീതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുക്കാഅൻ വതസ്ദിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച ആ മഹത്തായ പരിശുദ്ധമായ കഅബ എന്ന് പറയുന്ന ബൈത്ത് വീടിന്റെ അടുത്ത് അവരുടെ സ്വലാത്ത് മുക്കാവും തസ്ദിയത്തുമായിരുന്നു. അതായത് കുഴലുവിളിയും ചെണ്ടമുട്ടുമായിരുന്നു. ഇബ്രാഹിം നബി സ്ഥാപിച്ച സ്വലാത്തിന്റെ കോലം മാറിയത് എത്രത്തോളം മാറി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറച്ച് 1000 കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കുമല്ലോ അവിടെ. അന്ന് അദ്ദേഹം ആ സ്ഥാപനം പടുത്തുയർത്തിയിട്ട് മകനെയും ഭാര്യയും താമസിപ്പിച്ച് അള്ളാഹിനോട് പറഞ്ഞത്, പഠിച്ചവനെ അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവര് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ്. അവര് മാത്രമല്ല, അവരുടെ സന്താന പരമ്പരകളൊക്കെ നിസ്കാരം നിർവഹിക്കുന്നവരാകണം. അതാണ് എന്റെ ലക്ഷ്യം. ആ നിസ്കാരം നൂറ്റാണ്ടുകൾ കടന്നുപോയി. കുറെ നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച മഹനീയമായ മസ്ജിദുൽ ഹറാമിലെ കഅബയിലെ അതിന്റെ പരിസരവാസികൾ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് വരുത്തി തീർത്ത അല്ലെങ്കിൽ വന്നു ചേർന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവിടെ വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുക്കാഅൻ വതസ്ദിയ. അവരുടെ ആ പ്രാർത്ഥന കുഴലുവിളിയും ചെണ്ടമുട്ടുമായി മാറി. അപ്പൊ അതിനേക്കാൾ പഴക്കമുള്ള പ്രവാചകന്മാരുടെ അനുയായികൾ അവർ സ്ഥാപിച്ചിട്ടുള്ള പ്രാർത്ഥനയും അവർ സ്ഥാപിച്ച നിസ്കാരവുമൊക്കെ കുഴലുവിളിയും ചെണ്ടമുട്ടും പടക്കം പൊട്ടിക്കലും കദീന പൊട്ടിക്കലും ഒക്കെയായി മാറിയിട്ടുണ്ടാവും. അതൊക്കെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ മൂല്യങ്ങളിൽ വരുന്ന തകർച്ചകളാണ്. അവർക്ക് ബോധവൽക്കരണം നടത്തി യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് പ്രവാചകന്മാരുടെ അനുയായികൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്. ഖുർആനിന്റെ അനുയായികൾക്ക് കോലങ്ങൾ പലതും മാറിപ്പോയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന കോലങ്ങളിൽ മാറ്റങ്ങൾ വന്നില്ല. എന്തുകൊണ്ടെന്നാൽ പുരോഹിതന്മാരുടെ കയ്യിൽ മാത്രം അവശേഷിക്കുന്ന വേദപുസ്തകങ്ങളല്ല മുഹമ്മദ് നബിയുടെ അനുയായികളുടെ വേദപുസ്തകം. മുഹമ്മദ് നബിയുടെ അനുയായികളുടെ വേദപുസ്തകമാകുന്ന ഖുർആൻ, അത് കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം പുരോഹിതന്മാർക്ക് മാത്രമുള്ളൂ എന്ന് ഒരു കാലത്തും ഈ സമൂഹം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കാറുണ്ടെങ്കിലും ഈ സമൂഹം ചരിത്രത്തിൽ ഒരിക്കലും അത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൈകാര്യം ചെയ്യുവാനുള്ളതാണ് എന്ന് അംഗീകരിച്ച ഒരു ഘട്ടം കടന്നുപോയിട്ടില്ല. അതേസമയത്ത് മറ്റു മതവിഭാഗങ്ങളുടെയൊക്കെ ആചാര്യന്മാരും പുരോഹിതന്മാരും പറഞ്ഞു എന്നതും നടപ്പിലാക്കിയതും ഇത് ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ ജാതി സമുദായത്തിലെ ഇന്ന വിഭാഗത്തിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അത് പറയാൻ പാടില്ല, ഉരുവിടാൻ പാടില്ല എന്ന് മാത്രമല്ല, അതാരെങ്കിലും ഉരുവിടുമ്പോൾ കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്നവന്റെ കാതിൽ ഈയവഴി ഒരുക്കി ഒഴിക്കണമെന്ന് വരെ ആ ആചാര്യന്മാരില്ല രാജ്യത്ത് പറയുക മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തു പോയി. അതുകൊണ്ടാണ് കോലം കെട്ട രൂപമായി അത് മാറിയത്. അതേസമയം മുഅ്മിനുകളായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ അവർ കടന്നുപോകുന്ന ചരിത്രത്തിലുടനീളം അവരടിസ്ഥാനമായി അംഗീകരിച്ചത് ഒരു വിവേചനവുമില്ലാതെ
പുരോഹിതൻ, സാധാരണക്കാരൻ, പണ്ഡിതൻ, പാമരൻ എന്ന വിവേചനമില്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമാണ് എന്ന് അംഗീകരിച്ചു വന്നവരാണ്. അതുകൊണ്ട് അതിന്റെ കോലം പൂർണ്ണമായി കെടുത്തിക്കളയാൻ അവർക്ക് കഴിഞ്ഞില്ല. ചില്ലറ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, അതുണ്ടാവട്ടെ, വിരോധവുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടി പഠിച്ചതായി മനുഷ്യനെ ഈ പ്രത്യേക പ്രകൃതിയോട് പഠിച്ചതിനാണ്. അത് വിരോധമില്ല, അതുണ്ടായിക്കോട്ടെ. നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തിൽ ഇമാമും മൗമീങ്ങളും ഒക്കെ ഫാത്തിഹ നിർബന്ധമായി ഓതണം എന്ന അഭിപ്രായം ഉണ്ടാകാം. ഇമാം ഓതിയാൽ മതി, മൗമൂമുകൾ ഓതേണ്ടതില്ല എന്ന അഭിപ്രായവും ഉണ്ടാകും. ഇമാമ ഓതുമ്പോൾ കേൾക്കുന്നുവെങ്കിൽ മൗമൂമുകൾ മിണ്ടാതിരിക്കണം, കേൾക്കുന്നില്ലെങ്കിൽ അവരും ഓതണം എന്ന അഭിപ്രായവും ഉണ്ടാവാം. അത്തരം ചെറിയ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ദോഷകരമല്ല, അപകടകരവുമല്ല. അത്രയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളല്ലാതെ ളുഹ്ർ എന്ന് പറയുന്ന ഒരു നിസ്കാരമില്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ അസ്ർ എന്ന് പറയുന്ന നിസ്കാരമില്ല എന്ന് പറയാനോ മുഹമ്മദ് നബിയുടെ അനുയായികൾ കടന്നുപോകുന്ന ചരിത്രത്തിൽ ഒരിക്കലും ഇടം നൽകിയിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ. നിർവഹിച്ചു പോരുന്ന നിസ്കാരങ്ങൾ അത് മഗ്രിബ് 3 റക്അത്താണ്, അല്ല 2 റക്അത്തേ ഉള്ളൂ എന്ന് പറയുവാൻ മുഹമ്മദ് നബിയുടെ അനുയായികൾ ജീവിച്ചു പോകുന്ന ചരിത്രത്തിൽ എവിടെയും ഇടമുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിൽ നിസ്കാരം നിർവഹിച്ച് നേതൃത്വം നൽകി ഒരുപാട് കൊല്ലങ്ങൾ ആ ജനങ്ങളോട് കൂടി ജീവിച്ച് ആ മദീന പള്ളിയിൽ ഇന്ന് വരെ ഒരു നിസ്കാരവും മുടങ്ങിയിട്ടില്ല. ഇന്നദ്ദീന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹൈജത്തു ഇലാ ജുഹ്രിഹ. ദീൻ എവിടെയില്ലെങ്കിലും മദീനയിലേക്ക് ചുരുണ്ട് മടങ്ങി വരും. ഒരു പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ മദീനയിലെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ളുഹ്ർ നിസ്കാരം നടക്കാതെ പോയിട്ടില്ല. 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി അവിടെ നടക്കാതെ പോയിട്ടില്ല. ചിലപ്പോൾ ജമ്മും കസ്റുമായിട്ടൊക്കെ നിസ്കരിക്കണ്ടാവും. നല്ല മഴ പെയ്യുമ്പോൾ അവർ ളുഹ്ർ അസ്ർ ഒന്നിച്ച് നിസ്കരിക്കും. അതുപോലെ മഗ്രിബ് ഇശായൊക്കെ ഒന്നിച്ച് നിസ്കരിക്കും. അതേപോലെ മഴയൊക്കെ ഉണ്ടാവുമ്പോൾ അതനുവദിച്ചതാണ്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു നിസ്കാരം അവിടെ നിർവഹിക്കപ്പെടാതെ മദീന മസ്ജിദ്, മദീനത്തുൽ മുനവ്വറ, ആ മദീനത്തുൽ മുനവ്വറ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ളുഹ്ർ 4 റക്അത്ത് നിസ്കരിച്ചുവെങ്കിൽ മുഅ്മിനുകളുടെ കാലം കടന്നു പോന്നിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അതൊരു 5 റക്അത്താക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അനുവദിക്കുമോ ഈ സമൂഹം? അവിടെ പോകട്ടെ, നമ്മുടെ ഇവിടെ മലപ്പുറം ഈ പള്ളിയിൽ ഇതുവരെ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരം ളുഹ്ർ 4 റക്അത്താണ്. അത് നമുക്ക് നാളെ മുതൽ 3 ആക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിട്ട നമ്മുടെ ഈ സമൂഹത്തിൽ സാധിക്കുമോ? സാധിക്കുകയില്ലെങ്കിൽ ചരിത്രത്തിൽ അതിന് ഇടം നൽകിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരം എന്ന് പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായി ഈ മുഅ്മിനുകളാകുന്ന സമൂഹത്തിൽ മാറ്റമില്ലാതെ തുടർന്നു വരികയാണ്. ഖുർആൻ നിലനിൽക്കുന്നത് കൊണ്ട്, ആ ഖുർആനിന്റെ അടിസ്ഥാന വ്യാഖ്യാനമായ പ്രവാചകന്റെ ചര്യ നിലനിൽക്കുന്നത് കൊണ്ട്, ആ ചര്യ പിൻപറ്റിക്കൊണ്ടൊരു സമൂഹം അന്നു മുതൽ ഇന്ന് വരെയും ഈ ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ട്, 1000 മസ്ജിദുകൾ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് തന്നെ കടന്നു പോകുന്നത് കൊണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിസ്കാരം നിർവഹിച്ചുകൊണ്ട് തന്നെ കടന്നു പോകുന്ന സമൂഹം നിലവിലുള്ളത് കൊണ്ട് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരിലൊക്കെ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ വന്നുപോയി. അതിന്റെ കോലം മാറി, അതിന്റെ രീതി മാറി,
സമയങ്ങൾ മാറി, അതിന്റെ പലതും മാറി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിന്റെ അലകും പിടിയും മാറി. പിന്നെ ഒരു പ്രാർത്ഥന എന്ന നിലയിൽ മാത്രം അത് നിലനിൽക്കും. വേണം ആ സമൂഹത്തെ അവരുടെ പ്രവാചകന്മാര് പ്രബോധനം ചെയ്ത യഥാർത്ഥ സന്ദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ഒരു സമൂഹം എവിടെ വേണം. ആ സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മാനവരാശിക്ക് ഖൈറായി നിലനിൽക്കുന്ന ഒരു ഉമ്മത്തായി നിങ്ങൾ മാറണം. കർമ്മജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷികളായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് സാക്ഷി പ്രവാചകനാണ്, അതേപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവണം. അപ്പൊ നമ്മൾ അവരിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണം, അവരെ ബോധവൽക്കരിക്കണം. നിങ്ങളുടെ പ്രവാചകന്മാരും നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളും നൽകിയ സന്ദേശത്തിന്റെ രൂപം ഇതല്ല. നിങ്ങളത് കണ്ടെത്തണം, നിങ്ങളത് മനസ്സിലാക്കണം, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതുമല്ല നമ്മുടെ വിഷയം. ഇത്ര പ്രാധാന്യമുള്ള ഒരു നിസ്കാരം എന്തിനു വേണ്ടിയാണ് അള്ളാഹു നിർബന്ധമാക്കിയത്? 3 അടിസ്ഥാന കാര്യങ്ങൾ അതിന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തത് റബ്തുൽ ഇൻസാൻ ബിറബ്ബിഹി അൻ തരീഖിൽ മുറാഖബത്തി വൽ ഖുളൂർ. അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി നിരന്തരമായ ബന്ധം പടച്ചവനോട് സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യൻ ആ ബന്ധം സുദൃഢമാക്കുകയാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനോടുള്ള ബന്ധം ഒരു ദിവസം നിർബന്ധമായി 5 സമയങ്ങളിൽ മറ്റു കാരണങ്ങളില്ലാതെ ആവർത്തിച്ച് ആ ബന്ധം സുദൃഢമാക്കുകയാണ്. എന്തിന്? ഹത്താ ലാ യൻസാ ഉബൂദിയ്യതഹു, അവൻ അടിമയാണ് എന്ന ബോധം അവനിൽ മറന്നുപോകാതെ നിലനിൽക്കുവാൻ, ആ റബ്ബിലേക്ക് അവൻ മടങ്ങിച്ചെല്ലേണ്ടവനാണ് എന്ന ബോധവും അവനിൽ നിലനിൽക്കുവാൻ, ആ റബ്ബിന്റെ സഹായവും അവന്റെ പിന്തുണയും അവന് വേണമെന്ന ബോധവും നിലനിർത്തുവാൻ. എന്തിനാണത്? ആ ബോധം നിലനിർത്തിക്കൊണ്ട് മാനവരാശിയെ മോചിപ്പിക്കുവാൻ. എന്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ? ഈ ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ യജമാനന്മാരുടെയും അടിമത്വത്തിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിക്കുവാൻ. തഹരീറുൽ ഇൻസാൻ മിൻ ഉബൂദിയ്യത്തിൽ ഗൈർ, മറ്റുള്ളവരുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ. താൻ സ്വതന്ത്രനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, റബ്ബേ നിന്റെ മാത്രം അടിമയാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നവനാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നിന്റെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ പ്രതിജ്ഞയെടുത്തുകൊണ്ട് അവനിൽ അവൻ വളർത്തിയെടുത്ത ആ ബോധം ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക്, മനസ്സുകളിലേക്ക്, ജീവിതത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചുവിടുകയാണ്. മാനവരാശി സ്വതന്ത്രരാണ്. മാനവ സമൂഹം സ്വതന്ത്രരാണ്. കൃത്രിമ യജമാനന്മാരുടെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. ആ ബോധം മനുഷ്യനിൽ വളർത്തിയെടുക്കണമെങ്കിൽ അവന്റെ രക്ഷിതാവുമായുള്ള ബോധം സുദൃഢമാകണം. അതിനാണ് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട്, വീണ്ടും പറഞ്ഞതല്ല പറഞ്ഞുകൊണ്ട്, ചൊല്ലിയ അതേ ദിക്റുകൾ തന്നെ വീണ്ടും ചൊല്ലിക്കൊണ്ട്, വീണ്ടും ആവർത്തിച്ച് റക്അത്തുകളും റുക്കൂഉകളും സുജൂദുകളും ആവർത്തിച്ചുകൊണ്ട്, പടച്ചതമ്പുരാന്റെ മുമ്പിൽ വിനയത്തിന്റെ പൂർണ്ണരൂപം സ്ഥാപിച്ചുകൊണ്ട്, പടച്ചവനെ ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ മാത്രം അടിമയാണ്, മറ്റാരുടെയും അടിമത്വം ഞാൻ അംഗീകരിച്ചിട്ടില്ല, നീയാണ് എന്റെ യജമാനൻ, മറ്റാരും എനിക്ക് യജമാനന്മാരില്ല. ഒരു മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം ഉയർന്നു വരുമെന്ന് അവിടെ ആലോചിച്ചു. രണ്ടാമത്തെ ലക്ഷ്യം തഹ്ദീബു ഖുലുഖിഹി, മനുഷ്യന്റെ സ്വഭാവം സംസ്കരിക്കലാണ്. ആ സ്വഭാവം സംസ്കരിക്കുന്നതോടുകൂടി
അവന്റെ ബാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണം നടക്കുകയാണ്. അവനോടുള്ള ബാധ്യത മാത്രമല്ല, അവനെപ്പോലെ ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടുമുള്ള ബാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണം ആ പ്രാർത്ഥനയിലൂടെ നടക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടതെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ വഴിപ്പെടുന്നു. ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഇയ്യാക അഅ്ബുദു എന്ന് പറഞ്ഞാൽ പോരെ, നിനക്ക് മാത്രം ഞാൻ വഴിപ്പെടുന്നുവെന്ന് അല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. അതെ, എന്റെ സ്വന്തം ശരീരത്തോടുള്ള ബാധ്യത മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടുള്ള ബാധ്യതയും ഞാൻ നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണം അവന്റെ സ്വഭാവം സംസ്കരിച്ചുകൊണ്ട് അവന്റെ പ്രാർത്ഥനയാകുന്ന നിസ്കാരം നിർവഹിക്കുന്നു. അതേപോലെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ബന്ധങ്ങൾ, അന്നഹു ഫർദുൻ മിൻ ഉമ്മത്തിൻ, ഒരു സമൂഹത്തിലെ അംഗമാണ് അവൻ എന്ന ബോധം, അതേപോലെ ഒരു പ്രദേശത്തുള്ള ഒന്നിച്ച് ജീവിക്കുന്ന മനുഷ്യരിലെ ഒരു അംഗമാണവൻ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം, ഗുണകാംക്ഷ, ഇതെല്ലാം അതിലൂടെ വളർന്നവർ. മൂന്നാമത്തെ അതിന്റെ അടിസ്ഥാനം തൻസീതു ജിസ്മിഹി വ തഖ്വിയത്തു അല്ലാഹി, അവന്റെ ശരീരത്തെ ഉന്മേഷമുള്ളതാക്കുക, അവയവങ്ങളെ മുഴുവൻ ശക്തമാക്കി തീർക്കുക. അത് നിസ്കാരത്തിന്റെ കോലം. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ശരീരശാസ്ത്രം അറിയുന്നവർക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ ശീലിച്ചിട്ടുള്ള അംഗങ്ങൾക്ക് ബലം നൽകുന്ന പല പരിശീലനങ്ങളെക്കുറിച്ചും നമ്മൾ പഠനം നടത്തുമ്പോൾ ഒരു മനുഷ്യന് സാധാരണഗതിയിൽ പ്രയാസമില്ലാതെ പ്രയാസം കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന നല്ല യോഗാസനമാണ് നമസ്കാരം. യോഗാസനം എന്ന് പറയുന്നത് ഏതോ ഒരു മതവിഭാഗത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അതതിനെ അവരുടേതാക്കാൻ വേണ്ടി അവർ ഹൈജാക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഒരു നല്ല രീതിയാണ്. അതിൽ ഒരു സാധാരണക്കാരന്, ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ യോഗാസന രീതിയാണ് നിസ്കാരത്തിലെ നൃത്തം മുതൽ അത്തഹിയ്യാത്തിലെ ഇരുട്ടം വരെ എല്ലാം. അപ്പോൾ അവന്റെ മനസ്സ് ഉന്മേഷമുള്ളതാകും, ശരീരം ശക്തിയുള്ളതാകും. അതിലൂടെ അവന്റെ ശരീരം, ശക്തമായ ശരീരം, ഉന്മേഷമുള്ള ശരീരം, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ തീർക്കുന്ന ഒരു വ്യക്തിയായി മാറുന്ന, അല്ലെങ്കിൽ അവനെ മാറ്റുന്ന മഹത്തായ ഒരു ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഇനി ഒരുപാട് വശങ്ങൾ നമുക്ക് പറയാനുണ്ട്, ചിന്തിക്കുവാനുണ്ട്. എങ്ങനെ അത് നേടിയെടുക്കുവാൻ കഴിയും, അതിനെക്കുറിച്ചും നമുക്ക് ഇനി തുടർന്നുള്ള ചർച്ചകളിൽ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ നമ്മളിൽ വളർന്നു വരേണ്ട നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കുകയും നമ്മളിൽ ഉണ്ടാകേണ്ട പടച്ചതമ്പുരാനോടുള്ള ബന്ധം സുദൃഢമാക്കുകയും ചെയ്യുവാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിറു ദുആ.